ക്രിസ്മസ് ആഘോഷങ്ങൾക്കായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഡൽഹി സേക്രഡ് ഹാർട്ട് കത്തീഡ്രലിലേക്ക് ഉടൻ എത്തുമെന്ന് മോദി ദേവാലയത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. അവിടെ കനത്ത സുരക്ഷയാണ് മോദിയുടെ വരവുമായി അനുബന്ധിച്ച് ഒരുക്കിയിരിക്കുന്നത്. അനൂപ് ദാസ് നമുക്കൊപ്പം അവിടെ നിന്ന് ചേരുന്നുണ്ട്. അനൂപ്, എപ്പോഴാണ് നരേന്ദ്രമോദി പ്രധാനമന്ത്രി അവിടേക്ക് എത്തിയത്? ആരൊക്കെ ചേർന്നാണ് അദ്ദേഹത്തെ സ്വീകരിച്ചത്? ഇന്ന് എന്തൊക്കെ ചടങ്ങുകളിൽ അദ്ദേഹം പങ്കെടുക്കുന്നുണ്ട്? 5 മിനിറ്റ് മുൻപാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇവിടെ വലതുഭാഗത്തുള്ള ബിഷപ്പ് കോൺഫറൻസിൻ്റെ ആസ്ഥാന മന്ദിരത്തിലേക്ക് എത്തിയത്. CBC അധ്യക്ഷൻ മാർ ആൻഡ്രൂസ് താഴത്തിൻ്റെ നേതൃത്വത്തിൽ പ്രധാനപ്പെട്ട മത നേതാക്കൾ ചേർന്ന് അദ്ദേഹത്തെ സ്വീകരിച്ചു. അദ്ദേഹം ഇപ്പോൾ ക്രിസ്മസ് ആഘോഷ പരിപാടിയിലേക്ക് എത്തിക്കഴിഞ്ഞു. ഇവിടെ ക്രിസ്മസുമായി ബന്ധപ്പെട്ട പരിപാടികൾ തന്നെയാണുള്ളത്. ബിഷപ്പുമാർ, ഒപ്പം തന്നെ മറ്റ് പ്രധാനപ്പെട്ട ആളുകൾ, സാമൂഹ്യ രാഷ്ട്രീയ സാംസ്കാരിക രംഗത്തെല്ലാം ചില ആളുകൾക്ക് ക്ഷണമുണ്ട്. അവരും എത്തിയിട്ടുണ്ട്. അല്പസമയത്തിനകം തന്നെ മറ്റ് ചടങ്ങുകളിലേക്ക് കിടക്കുമ്പോൾ പ്രധാനമന്ത്രിക്കുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചുമതല, അല്ലെങ്കിൽ അദ്ദേഹം ഇന്ന് ചെയ്യുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം, ക്രിസ്മസ് സന്ദേശം അദ്ദേഹം ഇവിടെ വെച്ച് നൽകും എന്ന് അറിയിച്ചിട്ടുണ്ട്. 7 മണിയോടെ ആകും ക്രിസ്മസ് സന്ദേശം നൽകുക. അത് കഴിഞ്ഞ് ഒരു പക്ഷേ തൊട്ടടുത്തുള്ള കത്തീഡ്രലിൽ അദ്ദേഹം സന്ദർശിക്കുമെന്ന വിവരവുമുണ്ട്. എന്തായാലും അരമണിക്കൂറിലധികം നേരം ഇവിടെ ക്രിസ്മസ് ആഘോഷ പരിപാടിയിൽ പങ്കെടുത്ത ശേഷം മാത്രമേ പ്രധാനമന്ത്രി മടങ്ങുകയുള്ളൂ. 5 മിനിറ്റ് മുമ്പ് ഇവിടേക്ക് എത്തിയ അദ്ദേഹത്തിന് ഊഷ്മളമായ സ്വീകരണം ലഭിച്ചിരിക്കുന്നു ബിഷപ്പ് കോൺഫറൻസിന്റെ ആസ്ഥാന മന്ദിരം. ശരി.